പ്രധാനപ്പെട്ട വാർത്ത അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ്. ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 25 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 10 പേരാണ് ഉള്ളത്. ഹമാസ് ആക്രമണത്തിനുള്ള മറുപടിയാണിതെന്നാണ് ഇസ്രായേലിന്റെ വാദം. അതേസമയം ആക്രമണത്തിൽ ഹമാസ് പ്രതികരിച്ചിട്ടില്ല. വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇസ്രായേലാണെന്നുള്ളതാണ് ഹമാസ് വാദം. അതേസമയം ഹമാസ് ആക്രമണത്തിനുള്ള മറുപടിയാണിതെന്നാണ് ഇസ്രായേലിൻ്റെ വാദം. ഇതിനെ സംബന്ധിച്ച് വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടത് എങ്ങനെയാണ്, ലംഘിച്ചത് ആരാണ് എന്നുള്ളതിന് ചോദ്യം എല്ലാ കാലവും നിലനിൽക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. വെടിനിർത്തൽ കരാർ ഹമാസും ലംഘിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇസ്രായേലും ലംഘിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഏകപക്ഷീയമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 25 പേരാണ് കൊല്ലപ്പെട്ടത്. 25 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 10 പേർ ഉണ്ട് എന്നുള്ളതാണ് ഏറെ സങ്കടകരം. ഈ ഒരു ആക്രമണം ഹമാസ് ആക്രമണത്തിനുള്ള മറുപടിയാണ് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ വാദം. അതേസമയം ആക്രമണത്തിൽ ഹമാസ് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും കൂടിയുണ്ട്. ഹമാസിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും പ്രധാനമായും കണ്ടറിയേണ്ടത്. ഉയരുന്ന അല്ലെങ്കിൽ ഈ അഭ്യൂഹങ്ങൾ അനുസരിച്ച് വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ള തരത്തിലാണ് അഭ്യൂഹങ്ങൾ ഉയർന്നിരിക്കുന്നത്. സ്ഥിരീകരിക്കാറായിട്ടില്ല അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ എന്നുള്ളതും കൂടിയുണ്ട്. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 25 പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനം. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 10 പേർ ഉണ്ട് എന്നുള്ളതും കൂടിയുണ്ട്. ഈ ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഹമാസിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഹമാസ് നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണ് ഇതെന്നുള്ളതാണ് ഇസ്രായേൽ ഉയർത്തുന്ന വാദം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം അഭയാർത്ഥി ക്യാമ്പടക്കം ഇസ്രായേൽ ആക്രമിച്ചു എന്നുള്ള തരത്തിലും വിവരങ്ങൾ, അത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ വീണ്ടും ഒരു 10 പേർ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നത്. ഈ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൻ്റെ തുടക്കം എവിടെയാണ് എന്നുള്ളതും കൂടി ഓർക്കുക. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുന്നു എന്നുള്ള ഒരു വാദം ഹമാസ് ഏറെക്കാലമായി ഉയർത്തുന്നു. അത് അടുത്ത കാലത്ത് പോലും തുടർന്നിരുന്നു. വെടിനിർത്തൽ കരാർ തുടങ്ങിയിരുന്ന അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ട സാഹചര്യത്തിൽ പോലും ഹമാസിന്റെ നീക്കങ്ങൾ എത്തരത്തിലായിരുന്നു എന്നുള്ളതും കൂടി കണ്ടറിയേണ്ടതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഹമാസ് നടത്തിയത് എങ്ങനെയാണെന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. അതിനു പുറമെ ഇസ്രായേൽ അതിന് നടത്തിയ പ്രത്യാക്രമണങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 25 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു.